ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന നല്ലൊരു ഫിഷ് അച്ചാറാണ്. അച്ചാർ ഉണ്ടാക്കുന്നതിനായി ആദ്യം കഴുകി വൃത്തിയാക്കിയെടുത്ത 3/4 കിലോ ചൂരമീനാണ്. നമ്മൾക്കിവിടെ കിട്ടിയിരിക്കുന്ന കറുത്ത ചൂരയാണ്. ഫിഷിനെ ഞാനിവിടെ മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഉപ്പും മുളക് പൊടിയും പിടിക്കുന്നതിനായി കുറഞ്ഞത് അരമണിക്കൂർ മാറ്റി വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം ചൂടായ പാനിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫിഷിനെ ഓരോന്നായി സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. മീൻ എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ ഇളക്കാതിരിക്കുക. നമ്മൾ മിക്സ് ചെയ്ത മസാല പീസിൽ നിന്നും പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. 2 മിനിറ്റ് തിരിച്ചും മറിച്ചും വേവിക്കുക. ഇങ്ങനെ 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക. മീൻ അത്യാവശ്യം ഫ്രൈ ആകണം, എന്നാൽ അത് കൂടുതൽ ഡ്രൈ ഫ്രൈ ആകരുത്. മൊത്തത്തിലൊന്ന് ഫ്രൈ ആയതിനു ശേഷം പീസിനെ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. പിന്നീട് ബാലൻസ് വന്ന എണ്ണയിൽ നിന്നും 3/4 എണ്ണ പാനിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവയും ചേർക്കുക. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, അല്പം കറിവേപ്പില, 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വഴറ്റുക. കൂടുതൽ വേകണമെന്നില്ല, വീഡിയോയിൽ കാണുന്ന പരുവത്തിൽ വെന്താൽ മാത്രം മതി. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ഇത് 10 സെക്കൻഡ് നേരം ലോ ഫ്ലെയിമിൽ ഇളക്കുക. ഉടനെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഫിഷിനെ ചേർക്കുക. മൊത്തത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് നമുക്ക് ആവശ്യത്തിന് വിനാഗിരി ചേർക്കാം. ഞാനിവിടെ ഏകദേശം 1/2 കപ്പ് വിനാഗിരിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നീട് ഇതിലേക്ക് 2 നുള്ള് കായപ്പൊടി ചേർക്കുക. ഇത് ഓപ്ഷണലാണ്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്രേവി ആവശ്യമായിട്ടുള്ളവർക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അച്ചാർ അധികം നാൾ കേടുകൂടാതെ വെക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ചാനൽ കാണാത്തവർ വീഡിയോസ് കണ്ട് ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസുമായിട്ട് വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.